നമസ്കാരം. കൂവപ്പള്ളി 4 മൈൽ കുടപ്പനക്കുഴിയിൽ മഹീന്ദ്ര ഫൈനാൻസിൻ്റെ ജപ്തി ഭീഷണിയിൽ രോഗബാധിതരായ ഒരു സാധു കുടുംബം. 2 ലക്ഷം രൂപ മഹീന്ദ്ര ഫൈനാൻസിൽ നിന്നും ഇവർ ലോണെടുത്തു. 2,85,000 രൂപ തിരിച്ചടച്ചു. ബാക്കി 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ അടയ്ക്കാനാണ് ബാങ്ക് പറയുന്നത്. ജപ്തി നോട്ടീസും ഒട്ടിച്ചു. 2 വൃക്കകളും തകരാറിലായ കുടുംബനാഥ മരുന്നിന് തന്നെ വാരിച്ച പണം ആവശ്യമാണ്. ജീവിതം വഴിമുട്ടിയ സമയത്താണ് ബാങ്കിൻ്റെ ജപ്തി നടപടി. ഇതറിഞ്ഞ സ്ഥലം MLA റോണി കെ ബേബിയും കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PA ഷമീറും കോൺഗ്രസ് നേതാക്കളോടൊപ്പം വീട് സന്ദർശിച്ചു. ബാങ്കിൻ്റെ ജപ്തി നടപടികളെക്കുറിച്ച് കോൺഗ്രസ് നേതാവ് ഷെജി പാറയ്ക്കൽ MLAയോട് വിശദമായി പറഞ്ഞു. അതപ്പോൾ ഇതിൻ്റെ അകത്ത് ഞങ്ങളെ പോലെ ഈ ഏരിയ ഞാൻ ഈ ജോസി അതുപോലുള്ള കുറേ ആൾക്കാർ ഇടപെട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അവന്മാരോട്ട് തർക്കമായി കഴിഞ്ഞപ്പോൾ അവന്മാർ ഒരു സെറ്റിൽമെൻറ്റ് വേണം. ഞാൻ പറഞ്ഞു സെറ്റിൽമെൻറ്റ് വേണം, പലിശ കുറച്ച് കൊടുക്കണമെന്ന് പറഞ്ഞു. കുറേ അസുഖവും കാര്യങ്ങളും എല്ലാം പറഞ്ഞു. അപ്പോൾ ഒരു സെറ്റിൽമെൻറ്റ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു 1.5 ലക്ഷം രൂപ അടയ്ക്കണമെന്ന് പറഞ്ഞു. അത് തന്നെ ഇവിടുത്തെ നാട്ടുകാർ നല്ലവരായ കുറേ ആൾക്കാരെല്ലാവരും കൂടി അവരെല്ലാവരും കൂടി ഈ ഒരു 50,000 രൂപ ഉണ്ടാക്കി അവന്മാർക്ക് കൊണ്ട് അടച്ചു. എന്നിട്ട് അവന്മാരോട് ഒരു 3 മാസത്തെ അവധി നമ്മൾ ചോദിക്കായിരുന്നു. അപ്പൊ ആ അവധി 3 മാസം അവന്മാർ തന്നു. ആ അവധി തന്നതിന് ശേഷം അവന്മാർ അന്നേരപ്പോഴത്തേക്ക് ഈ 3 മാസം ഒന്ന് കഴിഞ്ഞു പോയി, നമുക്ക് അടയ്ക്കാൻ പറ്റില്ല. അപ്പൊ ഇപ്പൊ അവന്മാർ പറയുന്നത് അതിന്റെ പലിശ വരെ കൂട്ടി 1,10,000 രൂപ അടയ്ക്കണമെന്ന്. അപ്പൊ അതിനാണ് ഇന്നലെ അവന്മാർ ഇവർ ഞാനും തടയുന്നില്ല, പുള്ളി എപ്പോഴും വീട്ടിൽ വരുന്നത്. അന്നത്തെ കഴിഞ്ഞ് ഇങ്ങനെ ഇവര് രാവിലെ വരാതെ കണ്ടു കഴിഞ്ഞപ്പോ ഞാൻ കെട്ടുകൊണ്ട് വിളിച്ചു കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു ഇന്നപോലെ പ്രശ്നം അതുകൊണ്ടാണ് വരാന് എന്നൊക്കെ പറഞ്ഞു. അത് പറഞ്ഞില്ല. അങ്ങനെയാണ് ഈ വിഷയം. ഇപ്പൊ അവന്മാർ പറയുന്നത് ഈ 20-ാം തീയതിക്കകം കുടുംബത്തിന്റെ നിസ്സഹായാവസ്ഥ മനസ്സിലാക്കിയ MLA ഫൈനാൻസുമായി സംസാരിച്ചു. കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷമീർ. ഞാൻ നമ്മുടെ ഈ കാഞ്ഞിരപ്പള്ളി MLA പ്രൊഫസർ റോണി കെ ബേബിയോട് ഈ പണങ്ങളുടെ 4 മൈലിലൊരു പാമ്പ് ഒരാളുടെ വീട്ടുണ്ട്. അവിടെ വീട്ടിലെ ഒരു ജപ്തിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നോട്ടീസ് പൊതുവാക്കി എടുത്തായിട്ട് അത് വന്നപ്പോൾ മനസ്സിലായി. ഇവിടുത്തെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ ഒരു കൺസർവേഷൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടവരുടെ ഈ വീട് നിങ്ങൾ തൽക്കാലം ജപ്തി എന്ന് പറയാൻ ഞാൻ മേലേക്ക് പോകും. അവസ്ഥ വളരെ സിവിയറാണ്. അദ്ദേഹം 2 കിഡ്നി വളരെ പേഷ്യന്റ് ആണ്. അപ്പൊ നമുക്കത് കുറച്ചുകൂടെ പെൻഡിങ് വെക്കണം. ഞാൻ MLA ആണ് സംസാരിക്കുന്നത്. അല്ല വിവരങ്ങളെല്ലാം നമുക്കറിയാം. അവര് പേപ്പറെല്ലാം കാണിച്ചായിരുന്നു. അപ്പൊ ഞാൻ പറയുന്നത് അതെല്ലാം കേട്ടോ, അടയ്ക്കാൻ പറ്റാത്ത സാഹചര്യത്തില് 2 കിഡ്നി ഒരു പേഷ്യന്റ് അയാൾ എങ്ങനെ തിരിച്ചടയ്ക്കും മനസ്സിലാക്കി. നിങ്ങൾ കുറച്ചുകൂടെ അവധി വെക്കും. നമ്മൾ അതിന്റെ ഇപ്പൊ സർക്കാരാണേലും അപ്പൊ ഒരു കാര്യം ചെയ്യാം. പിന്നെ നിങ്ങൾ കുറച്ചുകൂടെ ഒന്ന് സെറ്റിൽ ചെയ്ത് നമ്മളിവിടെ എല്ലാവർക്കും കൂടി ഞങ്ങൾ മാക്സിമം അത് റീപേയ്മെന്റ് ഞങ്ങൾ ചെയ്യാം കേട്ടോ. അതൊരു പ്രത്യേക ഇനി വേണമെങ്കിൽ ഞങ്ങൾ ഈ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ MLA ലെറ്റർ ആയിട്ട് നിങ്ങളുടെ ഒഫീഷ്യൽ സംവിധാനത്തിൽ ഞങ്ങൾ തരാം. എവിടെ വേണമെങ്കിലും തരാം. ഞങ്ങൾ അത് ഗ്യാരണ്ടി ഈ ഒരു കാര്യം ചെയ്യാം. ഒന്ന് മൊത്തം നമ്മൾ കുറച്ചൊരു നിങ്ങൾ റൗണ്ട് ചെയ്യും. ഞങ്ങളെല്ലാം കൂടി ഞങ്ങളത് കളക്ട് ചെയ്ത് ശരിയാക്കി തരാം കേട്ടോ. അത് മതി. ഞങ്ങൾ ഒറ്റ കാര്യം ചെയ്താൽ മതി. നിങ്ങൾ ഒരു 3 മാസത്തേക്ക് ഇവരെ ഇറക്കി വിടായിരുന്നു. അത് ഞങ്ങളെല്ലാം കൂടി ഞങ്ങൾ ചെയ്തോളാം എമൗണ്ട് കേട്ടോ. പിന്നെ എന്തെങ്കിലും വിഷയത്തിൽ ചെയ്ത് ഇത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും MLA കൂടെ നൽകുന്ന ഉറപ്പാണ്. നിങ്ങൾ 3 മാസത്തെ അവധി വന്നാൽ 3 മാസം നിങ്ങൾ ഈ എമൗണ്ട് ഞങ്ങൾ ക്ലിയർ ചെയ്തോളാം കേട്ടോ. ജപ്തി നടപടികൾ ഉണ്ടാവില്ലെന്നും അടയ്ക്കുവാനുള്ള തുക പാർട്ടി അടയ്ക്കുമെന്നും കുടുംബത്തിന് ഉറപ്പ് നൽകിയാണ് MLA സംഘവും മടങ്ങിയത്. MLAയോടൊപ്പം കോൺഗ്രസ് നേതാക്കളായ അഡ്വക്കേറ്റ് PA ഷമീർ, ഷെജി പാറയ്ക്കൽ, യൂത്ത് കോൺഗ്രസ് നേതാക്കളായ ഷിനാസ്, നെയ്ഫ് ഫൈസി, വാർഡ് മെമ്പർ ജോസി സെബാസ്റ്റ്യൻ, അജ്മൽ മഠത്തിൽ തുടങ്ങിയവരും പങ്കെടുത്തു. റാഫീസ് ബ്ലോഗ്, കൂവപ്പള്ളി.